100% മായം ചേരാത്തൊരു ഉൽപ്പന്നം അതാണ് ഇളനീർ. ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇളനീർ. ദാറുസലാമിൻ്റെ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സൈക്കിളിൽ ഇളനീർ കൊണ്ടുവച്ച് വെക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് വളരെ മനോഹരമായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് വെട്ടി കുടിക്കാൻ കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡരികിലൂടെ ഞാനും സുഹൃത്തുക്കൾ കണ്ണൂരുള്ള ആൾക്കാർ തന്നെയാണ്. ഫൈസൽ, മിർഷാദ്, ടിനോബി ഇവരുടെ കൂടെ നടന്നു പോകുമ്പോൾ മിർഷാദിൻ്റെ വക ഒരു ഗംഭീര ഓഫർ. എത്ര ഇളനീർ വേണമെങ്കിലും കുടിച്ചോളൂ, അതിൻ്റെ പണം അദ്ദേഹം കൊടുത്തോളാം. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് കളയാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇളനീർ വാങ്ങിച്ചു. അദ്ദേഹം വളരെ ഭംഗിയായി മനോഹരമായി അതിൻ്റെ തൊലി കളഞ്ഞു. നമ്മൾ ഒരു ജോലി ആസ്വദിച്ച് ചെയ്യുമ്പം അത് മടുക്കില്ല എന്ന് പറഞ്ഞ പോലെ അയാൾ ഭംഗിയായിട്ടാണ് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തു, കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 2-3 ഇളനീരൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇളനീർ ഒന്ന് കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു, വയറും മനസ്സും നിറഞ്ഞു. നല്ല രുചികരമായ ഇളനീർ പാനീയം. അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പൾപ്പ് അതും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. അത് നല്ല മനോഹരമായിട്ട് കഴിച്ചു. പണം കൊടുക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത്. മിർഷാദ് വെറുതെ ഓഫർ ചെയ്തതല്ല, ഏറ്റവും ചീപ്പായിട്ട് ടാൻസാനിയയിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇളനീർ എന്നുള്ള കാര്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. വെറും 1000 ഷില്ലിങ്സ്. 1000 ഷില്ലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി കണക്കാക്കുകയാണെങ്കിൽ 35 രൂപയിൽ താഴെ വരുന്ന ഒരു എമൗണ്ടാണ് ഒരു ഇളനീറിന് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നാട്ടിലൊരു ഇളനീറിന് എനിക്ക് തോന്നുന്നത് 50-60 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ വെറും 35, ഇന്ത്യൻ മണി കണക്കാക്കുമ്പോൾ 35 രൂപ. ടാൻസാനിയയിൽ ഭക്ഷണങ്ങൾക്ക് പൊതുവേ റേറ്റ് കൂടുതലാണ് പുറത്തുനിന്ന് കഴിക്കുന്നതിന്. അപ്പം പുറത്തുനിന്ന് നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു പാനീയം കൂടിയാണ് 100% പരിശുദ്ധം, നല്ല കലർപ്പില്ലാത്തൊരു പാനീയം.